എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മതിയായോ? അനുമോളിന്റെ ഫാൻസുകാർക്കും PR-കാർക്കും മതിയായോ? ആദിലെ നൂറയെ സപ്പോർട്ട് ചെയ്ത് അനു നോമിനേഷനിൽ ഇല്ലെങ്കിൽ ആദിലേക്കും നൂറയ്ക്കും വോട്ട് കൊടുത്ത് ഇപ്പൊ അനുവിന്റെ തലയിൽ കയറുന്ന അവസ്ഥ വരെ വന്നപ്പോ നിങ്ങൾക്ക് മതിയായോ? ഇനി നിങ്ങൾ അടങ്ങുമോ? എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണും, ഇന്നലെ വന്ന ലൈവും കണ്ടു കാണും. അപ്പൊ അതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഈ അനുവിനെതിരെ ആദില നൂറ തിരിഞ്ഞത്. എനിക്കത് ഭയങ്കര പ്രയാസമായി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ താങ്ങും തണലുമാണ്, സപ്പോർട്ടിലാണ് ഇത്രയും നാൾ വരെ പിടിച്ചു നിന്നത്. ഇനിയിപ്പോൾ എല്ലാവരും നോമിനേഷനിൽ വരുന്നുണ്ട്. തൻ്റെ നൂറയെ സേഫായിട്ട് ടിക്കറ്റ് ഫിനാലയിലും കയറ്റിക്കഴിഞ്ഞു. ടോപ്പ് 5 എന്തായാലും നൂറയുണ്ട്. ഇനി ഞാൻ ഔട്ടായാലും കുഴപ്പമില്ല, അനുമോളിനെ എങ്ങനെയെങ്കിലും ഔട്ടാക്കിയിട്ടേ ഞാനിവിടെ നിറങ്ങോളൂ എന്ന് വിചാരിച്ചാണ് ആദില നിൽക്കുന്നത്. ഇനി ആദിലയ്ക്കും നൂറയ്ക്കും അനുമോളുടെ ഫാൻസിന്റെ PR-ന്റെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. പക്ഷെ ഇത്രയും നാളും ആവശ്യമുണ്ടായിരുന്നു. ആദില അല്ലെങ്കിൽ നൂറ, ഇവർ രണ്ടുപേരും നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അനുമോളിന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അനുമോളിന്റെ ഫാൻസ് മാത്രമല്ല ഷാനവാസിന്റെ ഫാൻസ്, ഇവർ ഇത്രയും പേരും കൂടി ചേർന്ന് സപ്പോർട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഷാനവാസിനെയും അനുമോളിനെയും ഇവർ സ്നേഹം നടിച്ചത്, സ്നേഹിക്കുന്നതാണ് അഭിനയിച്ചത്. എന്നിട്ട് ഇപ്പോ ഒരു സൈഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസിനെ ഇവർ കുറേ കൊടുത്തിട്ടുണ്ട്, പിന്നിൽ നിന്ന് കുത്ത്. പക്ഷെ ഇപ്പോ ഈ ലാസ്റ്റ് ടൈമിൽ ഇനി ഇപ്പൊ അനുമോളുടെ ആവശ്യം അവർക്കില്ല, അനുമോളുടെ ഫാൻസുകാരുടെ ആവശ്യം അവർക്കില്ല. കാര്യം നൂറ സേഫ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് നൂറ ഇനി ടിക്കറ്റ് ഫിനാലയിൽ എത്തിക്കഴിഞ്ഞു. അവള് പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ടോപ്പ് 5 ഒരു ആള് നൂറയാണ്. ആ പേര് കിട്ടിയാലും മതി. അതിലെ നൂറയും കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഇനി അനുമോളുടെ ആവശ്യമില്ല, അനുമോളുടെ PR-ന്റെ ആവശ്യമില്ല. ഇനി ഒരൊറ്റ ലക്ഷ്യം ആദിലയ്ക്ക്, അനുമോള് ടോപ്പ് 5 വരരുത്, അനുമോളിനെ നെഗറ്റീവ് ആക്കുക, അനുമോളിനെ ഔട്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനു വേണ്ടിയാണ് ആദില കിടന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആദിലയ്ക്കൊരു കുടില ബുദ്ധിയാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം അനീഷിനെതിരെ മാക്സിമം നോക്കി, എന്നിട്ട് ഇപ്പോ അനുമോളിന്റെ താങ്ങിലും തണലിലും വളർന്ന് ഇതുവരെ വന്നിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്ന ആർക്കെതിരെയാണെന്നറിയോ? അനുമോൾക്കെതിരെ. കാരണം അനുമോളെ ഇനി ആവശ്യമില്ല. അനുമോളിനെ എങ്ങനെയെങ്കിലും തട്ടി ദൂരെ എറിഞ്ഞാൽ മാത്രമേ എന്റെ നൂറ സേഫ് ആവുള്ളൂ. അവിടെ പോകുന്നത് ഒരു പെണ്ണ് മാത്രമായിരിക്കണം. ഫൈനൽ 5 ഒരു പെണ്ണ് മാത്രമായിരിക്കണം. ടോപ്പ് 5 അനുമോള് കയറാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഇനി അനുമോളെ ആവശ്യമില്ല, അനുമോളെ തട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആദില ഭയങ്കര ക്രൂക്കടാണ്. പക്ഷെ ഇപ്പൊ അനുമോളിനെ കറിവേപ്പില പോലെ വലിച്ചെറിയാണ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ആദില ഇതിനകത്ത് വന്നപ്പോൾ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. ആദ്യത്തെ എപ്പിസോഡുകൾ കണ്ടവർക്കൊക്കെ അറിയാം, എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് രേണു സുധി, സരിക, ഷാരിക, ശൈത്യ, അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ആദില നൂറയാണ് കുറച്ച് ബെസ്റ്റ് പേഴ്സൺസ്. നമുക്ക് ഇവരെ പൂമ്പാറ്റകൾ എന്ന് പേര് കൊടുക്കാം. എല്ലാവരെയും കേൾക്കുന്നവരാണ്. അന്ന് കാണിച്ചതൊന്നും അല്ല യഥാർത്ഥ സ്വഭാവം. ഇന്ന് നമുക്ക് 100-ാം ദിനത്തോട് അടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊന്നുമല്ല യഥാർത്ഥ ക്യാരക്ടർ എന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ ആ പൂമ്പാറ്റകൾ എന്ന് പേര് കൊടുത്ത അന്നത്തെ തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. എൻറ്റയർലി ഡിഫറെന്റ് ആണ് അവരുടെ ഗെയിമിന്റെ യാത്ര എന്ന് പറയുന്നത്. അവരെ പോലെ കുടില ബുദ്ധിയുള്ളവരാരുമില്ല, പ്രത്യേകിച്ച് ആദില. അപ്പം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസിനെയും അനുമോളെയും നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർക്ക് ഫാൻസോടെ വന്നവരാ, ബാക്കിയുള്ളവർ ആരും ഫാൻസോടെ വന്നവരല്ല. ഇതിന്റെ അകത്തോട്ട് ആദ്യമായി കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ 1 ലക്ഷത്തിൽ പരം ആൾക്കാരെയും കൊണ്ടാണ്, ഫാൻസുകാരെയും കൊണ്ടാണ് ഷാനവാസും അനുമോളും വന്നത്. കാര്യം അവരെല്ലാവർക്കും അറിയാം ഒരുപാട് ഫാൻസും ഉണ്ട്. അപ്പൊ ഇവരെ ചാരി നിന്നാൽ, ഇവര് നോമിനേഷനിൽ ഇല്ലാത്ത പക്ഷം ഇവരുടെ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഇവരുടെ ഫാൻസ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അങ്ങനെയാണ് സംരക്ഷിച്ച് ഇവര് 2 കൂട്ടരും, ഷാനവാസിന്റെ ആൾക്കാരും അതെ, നമ്മുടെ അനുമോളുടെ ആൾക്കാരും അതെ, സംരക്ഷിച്ച് ഇതുവരെ കൊണ്ടെത്തിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആദിലയുടെ സ്വഭാവം? എത്ര നാളുകൊണ്ട് ഞങ്ങൾ പൊതുജനങ്ങൾ പറയുന്നു നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്തരുത്, ആദിലേക്ക് വോട്ട് കൊടുക്കരുത്, നൂറയ്ക്ക് വോട്ട് കൊടുക്കരുത്, ഔട്ടാക്കണം. ഇല്ല, ആരും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തൊരു ബഹളമായിരുന്നു കമന്റിലും അതിലും ഇതിലും. ആദിലയുടെയൊക്കെ കാര്യങ്ങൾ, ആദിലയുടെയും അനുമോളുടെയും ഫ്രണ്ട്ഷിപ്പൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്തും കട്ട് ചെയ്ത് വിട്ടു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആദില? ഇനി നിങ്ങൾ നാളെ തൊട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഇടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ സമ്മതിക്കാം.